Hi everyone, this is Jebin Say from Evica. അങ്ങനെ നമ്മുടെ iOS 18.1-ന്റെ ബീറ്റ 5 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 737.4 MB-ലാണ് എൻ്റെ ഐഫോൺ 11-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും 1 GB താഴത്തായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം ബീറ്റാസ് റിലീസ് ചെയ്യുന്നുണ്ട്. മാക്OS-നും വാച്ച്OS-നും iPadOS-നൊക്കെ ആപ്പിൾ പുതിയ ബീറ്റാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം മാറ്റങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. തുടക്കം തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.1 22B5054E എന്ന് ഈ ഒരു ആൽഫബറ്റ് എന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തിയത് നമുക്ക് പറയാൻ പറ്റുക. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ എന്നാണ് iOS 18.1 ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നതെന്നും കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു അപ്ഡേഷനിൽ നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ കൺട്രോൾ സെൻറ്ററിലാണ്. 2 പുതിയ കൺട്രോൾസും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് പുതിയ കൺട്രോൾസ് ആഡ് ചെയ്യാം. നേരെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കണക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ വൈഫൈക്കും VPN-നും പുതിയ 2 കൺട്രോളിംഗ് ടോഗിൾ ആപ്പിൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈസി ഓഫ് ആക്സസ് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ iOS 18.1-ൽ ആപ്പിൾ നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം സെറ്റിങ്സിൽ നമ്മുടെ കൺട്രോൾ സെൻറ്ററിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കാം. അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കൺട്രോൾ സെൻറ്റർ എടുക്കുമ്പോൾ റീസെറ്റ് കൺട്രോൾ സെൻറ്റർ എന്നാണ് പുതിയ ഓപ്ഷൻ ആപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ iOS 18 ഇൻസ്റ്റാൾ ചെയ്യപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ലേഔട്ടിലേക്ക് റീസെറ്റ് ചെയ്യാനാണ് ഈ ഒരു പുതിയ ഓപ്ഷൻ ആപ്പിൾ നമുക്ക് തന്നെ ചെയ്യുന്നത്. ചില കൂട്ടുകാർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചേഞ്ച് വരുത്തുമ്പോൾ ആ ഫുൾ ലേഔട്ട് മാറിപ്പോവാറുണ്ട്. അത് തിരിച്ച് റീസെറ്റ് ചെയ്യാനുള്ള ഈസി ആൻഡ് ക്വിക്ക് ആക്സസ് ആണ് ഈ പറഞ്ഞ റീസെറ്റ് എന്ന് പറയുന്നത്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം iPhone 16 സീരീസ് ഓർ ലേറ്ററിലാണ്. കാരണം ക്യാമറ കൺട്രോളിൽ ഇനി മുതൽ നിങ്ങൾക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. നമുക്ക് സെൽഫി ആക്കാനും അതുപോലെ ബാക്ക് ക്യാമറ ആക്കാനും ഈ പറഞ്ഞ ക്യാമറ കൺട്രോൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്ത മാറ്റം സെറ്റിങ്സിൽ ഈ പറഞ്ഞ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിലാണ്. ലാസ്റ്റ് iOS 8-ന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാൾപേപ്പർ iOS 17-ന്റെ ആയിരുന്നു എന്ന്. അത് ആപ്പിൾ അപ്ഡേറ്റ് ചെയ്ത് iOS 18-ലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലൈറ്റ് ആൻഡ് ഡാർക്ക് മോഡ് iOS 18-ന്റെ വാൾപേപ്പറാണ് ആപ്പിളോടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ iOS 18-നും macOS Sequoia യൂസ് ചെയ്യുന്ന കൂട്ടർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ഓപ്ഷനാണ് ഐഫോൺ മിററിംഗ് എന്ന് പറയുന്നത്. ഐഫോൺ മിററിങ്ങിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൻ്റെ ഓപ്ഷനും ആപ്പിൾ ഈ പറയുന്ന ബീറ്റാസിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്നത് ഒരു ബഗ്ഗാണോ അല്ലെങ്കിൽ മാറ്റമാണോ എന്നറിയില്ല. നിങ്ങൾ ആപ്പിൾ വാച്ചിൻ്റെ ഐക്കൺ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ആപ്പിൾ വാച്ചിൻ്റെ ആ ഒരു കൺട്രോൾ സെൻറ്ററിൻ്റെ ബട്ടൺ കാണുന്നില്ല. ജസ്റ്റ് നമുക്ക് ഡിജിറ്റൽ ക്രൗണിൻ്റെ ആ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ആ ഗ്ലിഫ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. മേ ബി ഇതൊരു ബഗ് ആവാം, അല്ലെങ്കിൽ ആപ്പിൾ ഇൻറ്റൻഷനലി ഇത് മാറ്റിയതാവാം. എന്തായാലും ആ ഒരു ഗ്ലിഫ് ഐക്കണും ആപ്പിൾ ഇവിടെ മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു അപ്ഡേഷൻ വന്ന ബഗ്ഗുകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ ബഗ്ഗായിട്ട് ആദ്യം ഫീൽ ചെയ്ത് ജസ്റ്റ് എടുത്തപ്പോൾ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷട്ടറിങ് പോലെ ഫീൽ ചെയ്തു. പിന്നീട് എനിക്ക് ആ ഒരു ഇഷ്യൂ ഇത്രയും നേരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആദ്യം ഇനീഷ്യലി ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബഗ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ആസച്ച് എനിക്ക് ആ ഒരു കുഴപ്പമൊന്നുമില്ല. പെർഫോമൻസ് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് iOS 18 ഇൻസ്റ്റാൾ ചെയ്തിട്ടും ചില സമയത്ത് ഒരു ഡിസ്പ്ലേ ഇഷ്യൂ പോലെ ഫീൽ ചെയ്തു. പക്ഷേ അതെൻ്റെ iPhone 16 സീരീസിലാണ്. ഇനി ആ ഒരു ഇഷ്യൂസ് ഞാൻ കൂടുകയാണെങ്കിൽ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയ ഫുൾ ഫ്ലെഡ്ജായിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും. അതിനുശേഷം ഞാൻ എന്തായാലും ആപ്പിൾ കെയറിൽ പോയിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും ഡിസ്പ്ലേ ഇഷ്യൂസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ വേറൊരു ഫോണിൽ റെക്കോർഡ് ചെയ്ത് ആ ഒരു കാര്യം കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആപ്പിൾ കെയറിൽ പോകുമ്പോൾ ജസ്റ്റ് അപ്പീൽ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതോടൊപ്പം iOS 18-ൽ കുറേയധികം പ്രശ്നങ്ങൾ കൂട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ iOS 18.0.1-ന്റെ ഒരു പുതിയ അപ്ഡേഷൻ മിക്കവാറും ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ റിലീസ് ചെയ്യാനും
ചാൻസ് ഉണ്ട്. കുറേയധികം കൂട്ടുകാർക്ക് ഡിസ്പ്ലേ ഇഷ്യൂസ്, അതുപോലെ ടച്ച് റെസ്പോൺസ് കുറവാണ്, അങ്ങനെ കുറേയധികം ബഗ്ഗുകൾ പറയുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ഒരു വീക്കിൽ തന്നെ iOS 18.0.1 റിലീസ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് iOS 18.1 ഒന്നെങ്കിൽ ബീറ്റ 6 അല്ലെങ്കിൽ RC ആപ്പിൾ റിലീസ് ചെയ്യും. മിക്കവാറും നമുക്ക് മിഡിൽ ഓഫ് ഒക്ടോബറിൽ തന്നെ ഈ പറഞ്ഞ iOS 18.1 ഒഫീഷ്യലി ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ മെയിൻ ഫോക്കസ് ആയിട്ട് ആപ്പിൾ പുഷ് ഫോർവേഡ് ചെയ്യുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് മാത്രമാണ്. അതിൻ്റെ കൂടെ കോൾ റെക്കോർഡിംഗ് ഓപ്ഷനും ആപ്പിൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിലും വലിയ ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവരുന്നില്ല. യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് റീ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ നമുക്ക് ക്ലീനപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇമേജ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇമേജ് പ്ലേ ഗ്രൗണ്ടോ അല്ലെങ്കിൽ ജെമോജിയോ ഒന്നും ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. മിക്കവാറും ആ ഒരു അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പോകുന്നത് iOS 18.2 ആ ഒരു അപ്ഡേഷൻ നമുക്ക് ഒക്ടോബറിലായിരിക്കില്ല, ഡിസംബർ ആകുമ്പോഴത്തേക്കുമാണ് ആ ഒരു അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18.1 ബീറ്റ 5 ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടുതൽ പുതിയ കാര്യങ്ങൾ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഇതേപോലെ അടിപൊളി കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഞാൻ തൊട്ടതായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് ജെബിൻ സേവ്യ സൈനിങ് ഫ്രം എവിക്ക.